ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ വ്ളോഗൊന്നുമല്ല, കാരണം ഞാൻ അത്താഴത്തിന് എണീറ്റപ്പത്തതും എടുത്തിട്ടില്ല, പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നോമ്പ് തരേണ്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മുടെ ലില്ലിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ലില്ലിക്ക് ഒന്നും നോമ്പ് ഉണ്ടായിട്ടില്ല, സ്കൂളല്ലേ അല്ലേ. നമ്മൾ നോമ്പ് നോൽക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെ വിഭവങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഈത്തപ്പഴമുണ്ട്, പിന്നെ വത്തക്ക ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉണ്ട്, പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ട്. ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയ മുന്തിരി ജ്യൂസാണ് കേട്ടോ. സാധാരണ ഞാൻ വന്നിട്ട് ജ്യൂസ് അടിച്ചോളാന്നൊക്കെ പറയലുണ്ട്, പക്ഷെ ഇന്ന് വേഗം ഉണ്ടാക്കി വെച്ചു. പിന്നെ കട്ടൻ ചായ ഉണ്ട്, ബീഫിൻ്റെ കറി ഉണ്ട്, പിന്നെ നമ്മുടെ പത്തിരി ഉണ്ട്. എന്നും ഞാൻ വന്നിട്ട് ജ്യൂസ് അടിച്ചോളാം, പിന്നെ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം കേട്ടോ പറയൽ. അപ്പം ഇന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക്. അപ്പം എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്നും ക്ഷീണം തന്നെയാണ്, ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ട്. അപ്പോൾ നല്ല ക്ഷീണമാണ് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ ഉണ്ട് ജ്യൂസും എല്ലാ ഫ്രൂട്ട്സൊക്കെ കട്ടിങ് അടക്കം. അത് മാത്രം എനിക്ക് തരുള്ളൂ കേട്ടോ, അതും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചെടുക്കട്ടെ. ഉമ്മ ഷാളിങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കണം, അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. പിന്നെ എന്താ പറയാനില്ല, മഹാറാണി പറയൂ. അവളെ ഫ്രണ്ട് എന്താ സക്കറിയ അവൾക്കൊന്നൊരു കളിക്കൊടുക്ക അങ്ങനെ എന്തോ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്ത് കണ്ടിട്ടുണ്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പത്തെ എപ്പോഴത്തെ എൻ്റെ ഒരു പേടിയായിരുന്നു, 2-3 ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മടി വരുമോ എന്നുള്ളത്. ഇപ്പൊ ചെറുതായിട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. തീരെ ഇഷ്ടമില്ലാത്തൊരു ഗസ്റ്റാണ് മടി എന്ന് പറഞ്ഞാല്. അത് വരുന്നുണ്ട്, നമുക്ക് അതിനൊക്കെ തുരത്തി ഓടിക്കണം. എന്ത് ഓളെ ടീച്ചറോ? സ്നേഹിത ടീച്ചറോ? സ്നേഹിത ടീച്ചർ അവളെ 1ാം ക്ലാസ്സിലെ ടീച്ചറാട്ടോ, DMLP-യില്. ആ ടീച്ചർ നല്ല അടിപൊളി ടീച്ചറാണ്. എന്താന്ന് വെച്ചാൽ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചർക്കും നല്ല ഇഷ്ടമാട്ടോ. നമുക്ക് എന്ത് കാര്യവും ഇനിയിപ്പം മക്കളെ പറ്റിയിട്ടുള്ള നമുക്ക് ചെറിയതുണ്ടാവില്ല, ചോദിക്കുമ്പോൾ എന്താ ടീച്ചർക്ക് ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്താൻ തോന്നുന്നൊക്കെ, അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ലാത്ത ടീച്ചറാണ്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ 1ാം ക്ലാസ്സിൽ ഈ ടീച്ചർ മാത്രമല്ലേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ടീച്ചർ ഭയങ്കര അടിപൊളി ടീച്ചറാട്ടോ. നമ്മൾ ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും സ്പോട്ടിൽ റിപ്ലൈ തരും. അങ്ങനെ നമ്മളെ ഡിലേ ആക്കി നമ്മളെ മുഷിപ്പിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അടിപൊളി ടീച്ചറാണ് അല്ലേ സ്നേഹിത ടീച്ചർ? നല്ല ടീച്ചറാണ് അല്ലേ. പിന്നെ ഇപ്പോൾ ഉള്ളത് സോമമാഷാണ് അല്ലേ, സോമസുന്ദരൻ അങ്ങനെയാണ് ആളുടെ പേര്. ആളും അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് അല്ലേ. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ വേറെന്താ, ഇന്ന് പത്തിരി ഇപ്പം തന്നെ കഴിക്കണ്ടോ? നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ മറ്റേ പത്തിരിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഇപ്പം വന്നിട്ടില്ല കേട്ടോ. ഇപ്പം അവിടെ പോയിക്കുക, ഇപ്പം പണിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിക്കാണ് കേട്ടോ. എത്താൻ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കഴിയും എത്തുമ്പോഴേക്ക് വരുന്നുള്ളൂ ഇപ്പം. പിന്നെ ഇന്ന് എണ്ണക്കടി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ 2 ദിവസം കഴിച്ചില്ലേ, അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ബ്രേക്ക് എടുത്തു, വേണ്ടാന്ന് വെച്ചു. അതാണ് സംഭവം. പിന്നെ സാധാരണ ഇപ്പോൾ വരുമ്പോൾ കൊണ്ടുവരലാണ്, അപ്പോൾ ഇപ്പം പിന്നെ എത്താനും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. കൊണ്ടുവരേക്കാരോ ഇപ്പം എന്താണെങ്കിലും കൊണ്ടുവരാതിരിക്കൂല, പക്ഷെ ഇപ്പം കരുതിയ സമയത്ത് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല, ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് എത്താൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ ഇന്നത്തെ അത് കട്ട് ചെയ്തു. എന്നാലും ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും കേട്ടോ, അത് പറക്കാരും അല്ലേ കഴിക്കൂലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള കടി ഏതാ, എണ്ണക്കടി ഏതാ? ഇതിലല്ല, ഞങ്ങൾക്ക് ആലോചിച്ച് സാവധാനം പറയുള്ളൂ. പരിപ്പുവട. പരിപ്പുവട അത് ഓരോ സമയത്താണ്. ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ നോമ്പിന് തലേദിവസം കണ്ട് പരിപ്പുവട വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പരിപ്പുവട ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ വരുന്നുണ്ട്. അപ്പോൾ പരിപ്പുവടകൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് അടുത്ത് പറയുന്നത്. അതിന് ശേഷം കഴിച്ച കട്ട്ലേറ്റും മറ്റേ പൊക്കവട സമൂസൊക്കെ എൻ്റെ കുട്ടി പറഞ്ഞില്ലേ ഒക്കെ. അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ. അപ്പം അത് ഇപ്പം ആയിരുന്നില്ല കേട്ടോ, അത് ഞങ്ങളെ മൂത്താപ്പ, ഞങ്ങളെ വീടിൻ്റെ മേലെ തന്നെ ഉണ്ട് ഒരു മൂത്താപ്പൻ്റെ വീട് തന്നെയല്ലേ. ആ മൂത്താപ്പ വിളിച്ചിട്ട് കേൾക്കാഞ്ഞിട്ടേ ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് കുറേ വിളിക്കലുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇറങ്ങി വന്നതാണ്. അതാണ് പപ്പാൻ്റെ സൗണ്ട് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ മൂത്താപ്പാരൊക്കെ സൗണ്ട് പോലെയൊക്കെ ഏകദേശം ഒരേ സൗണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വായിച്ചതാണ്. ഞങ്ങൾക്കല്ല കേട്ടോ, ഉമ്മയാണ് കേട്ടിക്കുന്നത്, ഉമ്മക്ക് വായിച്ചതാണ്. പിന്നെ അത് ഒരു മുത്താപ്പ് പോയി കഴിഞ്ഞപ്പോഴൊക്കെ എന്നെ ബാങ്ക് കൊടുത്തു.
പിന്നെ ഞങ്ങൾ നോമ്പ് തുറന്നു. അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കായിരുന്നത്. നമ്മൾ ലില്ലിക്ക് എന്താ പറയണ്ട, എന്താ പറയാനുള്ളേ? ഇങ്ങോട്ട് വാ, പറയൂ, എന്താണ് പറയാനുള്ളേ? ഓള് ക്യാമറ ഞാനിങ്ങനെ വീട്ടിൽ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വാ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കുമ്പോൾ ഒന്നും പറയാനില്ല. പറയേ, ഒന്നുമില്ല അത്ര. അപ്പോൾ അൽഹംദുലില്ലാ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ വേറെ എന്തെങ്കിലും ഇതേപോലത്തെ ഒരു വിശേഷം കൊണ്ട് ഞങ്ങൾ വരും. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം അല്ലേ? പറയേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും. ടാറ്റ എടുക്ക് പറയും.